എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ. മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി. തുമ്പേവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം. തുമ്പേവ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം. ആഹാ ആഹാ ഒരു കുഞ്ഞിക്കാലല്ലേ കളം തീർത്തു മണ്ണിൽ. നറുവെണ്ണക്കുടമല്ലേ ഉടയ്ക്കുന്നു കള്ളൻ. ഒരു കുഞ്ഞിക്കാലല്ലേ കളം തീർത്തു മണ്ണിൽ. നറുവെണ്ണക്കുടമല്ലേ ഉടയ്ക്കുന്നു കള്ളൻ. ആട്ടുതൊട്ടിൽ പാട്ടുമൂളി കൂട്ടിരിക്കാം കുഞ്ഞാവേ. നെഞ്ചിനകത്തു കിടന്നുറങ്ങുമായ പൂമൈനേ. വാവാവോ വാവേ വന്നും മകൾ സമ്മാനം. ഇങ്ങ് തരാൻ മേലെ തങ്ക നിലാക്കിണ്ണം. കുനുകുനി നെഞ്ച്
ചെറുമറുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാം വാവാവോ വാവേ വന്നു മകൾ സമ്മാനം ഇങ്ങ് തരാൻ മേലേ തങ്കനിലാക്കിണ്ണം കുനുകുനി നിൻ ചെറുമറുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാം താങ്ക് യു ഹന, ചേച്ചി. അജൽ, ഹലോ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു ചേച്ചി. സോങ് സെലക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട്. നിങ്ങളും ഭയങ്കര ക്യൂട്ടായിട്ട് പാടി. താങ്ക് യു. സൂപ്പർ. താങ്ക് യു. പിന്നെ ഇവരാണ് ഇവിടത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇവര് തമ്മിൽ ഭയങ്കര അല്ലേ ഹന? അതെ. ഹനയുടെ ബെസ്റ്റ് ഫ്രണ്ട് അജലാണ്, അജലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹനയാണ്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ. ഞാനും ഉണ്ട് സാർ. നമ്മള് നിങ്ങളുടെ രണ്ടുപേരുടെയും ബെസ്റ്റ് ഫ്രണ്ട് ഞാനാ. ഓ അത് നിങ്ങളെ 3 പേരുടെയും ഫ്രണ്ടിന് ഞങ്ങളാവുള്ളൂ. ചോദിക്കാം, എന്റെ ശബ്ദം പോയി, എന്ത് ചെയ്യും നമ്മൾ? ഉള്ളത് വെച്ചങ്ങ് ചോദിക്കും. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഈ വോയിസ്. ശബ്ദോ പിന്നെ ഒരു പൂക്കിയായിട്ടുണ്ട്. ഈ ശബ്ദോ നല്ലയാണോ? ആന്നല്ലേ. നല്ല എന്നാലും എനിക്ക് എന്റെ പഴയ ശബ്ദം വേണമെന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഉപ്പുവെള്ളം ഇട്ട് ഗാർഗിൾ ചെയ്യുക. പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചോ? കാണിച്ചു. അപ്പൊ അവരെന്ത് പറഞ്ഞു? അവരെന്ത് പറഞ്ഞേ? ഒരു മെഡിസിൻ ഇതൊക്കെ തന്നെയാ പറഞ്ഞേ. അല്ല, ഉപ്പുവെള്ളം നിങ്ങളൊക്കെ കൊണ്ടുവരണം. സിംഗേഴ്സ് അല്ല, അപ്പൊ എന്തെങ്കിലും വേറെ ട്രിക്സ് ഒക്കെ ഉണ്ടാവല്ലോ. ഇത് അന ഉപ്പ് ഒരു സംശയം, ഈ ഉപ്പ് വെള്ളമാണോ അതോ ഉപ്പ് തിന്നിട്ട് ഇത്തിരി വെള്ളം മതിയോ? വെള്ളത്തിനകത്ത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെള്ളത്തിനകത്ത് ഉപ്പിട്ട്. തിളപ്പിക്കണം. അത് എന്റെ എന്ത് സംശയം, ഉപ്പാണ്? ഉപ്പിനകത്ത് വെള്ളം ഇടാൻ കുഴപ്പമുണ്ടോ? ഹന ഉപ്പിനകത്ത് വെള്ളം ഇട്ടാൽ കുഴപ്പമുണ്ടോ? ഉപ്പിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് കുഴപ്പമില്ല. തണുത്ത അത് വെള്ളമായിരിക്കണം. എന്തുപ്പാണ് വേണ്ടത്? ചൂട് സാധാരണ വെള്ളത്തില് വെള്ളത്തില് ഉപ്പിട്ട് അത് എന്തുപ്പ്? അയോഡൈസ് സാൾട്ട് ആണോ? വെള്ള കളറില് പഞ്ചസാര? വെള്ളക്കളർ. അത് കല്ലുപ്പുണ്ട്, പിന്നെ സാധാരണ ഉപ്പുണ്ട്. ഏത് ഉപ്പാ? ഏത് ഉപ്പ് വേണേലും ഇടാം. വെള്ളക്കളർ ഉപ്പല്ല ഇടുന്നത്. അതാ വെള്ള കളർ ഉപ്പ് വേണം ഇടാൻ. പിങ്ക് സോൾട്ട് ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ശരിക്കും നമ്മൾ വാ തുറന്നിട്ട് ഒരു പിടി ഉപ്പെടുത്ത് വായിക്കാത്തോട്ട് ഇടുക. ഇത് കുറച്ച് വെള്ളം കുറെ സമയം കഴിച്ചിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് അതുവഴി അങ്ങ് പൊക്കോളും. അങ്ങനെ മതിയോ? അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ആ പിന്നെ വേറെന്താ? എനിക്ക് ഉപ്പുവെള്ളം മടുത്തു, ഗാർഗിൾ ചെയ്ത് മടുത്തു. തേൻ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുടിച്ചോ? അതല്ല, അപ്പോഴും സെറ്റ് ആവല്ലേ? അത് നല്ല പക്ഷെ നല്ല തേനായിരിക്കണം. ആ അതാ. അല്ല, ഏത് തേനാണ് വേണ്ടത്? അപ്പൊ നാടൻ തേൻ, കാട്ടുതേൻ. ഓ കാട്ടുതേൻ. അപ്പൊ ഞാൻ കാട്ടി നാടൻ പോണോ? തേനാണോ കാട്ടുതേനാണോ? അതെവിടെ കിട്ടും? കാട്ടി ചെറുതേനാണോ? പോണ്ടി വരുമോ? കാട്ടില് കാണും. ഓക്കെ, എന്തായാലും ഈ കോസ്റ്റ്യൂം ഒക്കെ ഇങ്ങനെ ഒരുപോലെ എങ്ങനെ സെറ്റ് അതെന്ന് വെച്ചാ മൈക്കിൽ പറയോ എല്ലാരും എനിക്ക് കേൾക്കാൻ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചുരാലിയ പാടിയില്ലേ, ആ അപ്പൊ എനിക്ക് കൊളാബ് കിട്ടിയില്ലേ. അപ്പൊ എനിക്ക് എന്റെ പൊന്നുമോളെ, നീ കൊളാബെന്ന് പറഞ്ഞപ്പോ എല്ലാരും എന്റെ നെഞ്ചത്തോട്ടാ കയറുക. ആ പറ. അപ്പം കൊളാബ് കിട്ടിയപ്പോ എനിക്ക് ആ ഇത്താട് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഞാൻ വിചാരിച്ചു ഇനി അവിടെ കൊടുക്കാന്ന്. അങ്ങനെ ഞാൻ കൊടുത്തു. അപ്പം ഇത് കൊളാബാണോ? അല്ലല്ല, കാശ് ഞാൻ കൊടുത്തു. പറഞ്ഞു എനിക്ക് ഫ്രീ ആയിട്ട് വേണ്ട ഇന്ന്. ഈ ഷാനിക്കാരനാണോ നീ അങ്ങനെ പോയി പറഞ്ഞേ? അല്ല, ഒരാളുടെ കയ്യിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കുന്നതില് മോശം, എപ്പോഴെപ്പോഴും കൊളാബ് വാങ്ങിക്കുന്ന മോശമല്ലേ? ആ പറഞ്ഞു കൊടുക്കുമോളെ അങ്ങനെ. അല്ല, ഒരു സംശയം, എന്തോ ഈ കൊളാബ്? സാർ ഇപ്പൊ മറ്റേ പഴം മറ്റേ നമ്മുടെ കടയില്ലേ സാർ, ആ, ആ. അപ്പൊ അവിടെ വന്നിട്ട് ഞാൻ സാറിന് അത് പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങളെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് അത്യാവശ്യം 10 പേർക്ക് അറിയുന്ന ആൾക്കാർ സാറിന്റെ അടുത്ത് നല്ല പഴമാണെന്നൊക്കെ പറയും അല്ലേ? അങ്ങനെ വന്ന് പ്രൊമോട്ട് ചെയ്യും. സാർ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് പച്ചക്കറിയും പഴവും എല്ലാം എല്ലാം തരണം. തരും. അതുപോലെ ഡ്രസ്സ് ഫ്രീ ആയിട്ട് കഴിഞ്ഞോണം കിട്ടിയിരുന്നു. അതാണ് ഈ കൊളാബറേഷൻ എന്ന് പറയുന്നത്. നാളെ തൊട്ട് ഞാനും തുടങ്ങിയത് എന്താന്ന് തുണിക്കടയാണോ? എന്ത് വേണേ തുടങ്ങാം. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണവും തുണിയും എല്ലാം കിട്ടുമല്ലോ. അതാ സാർക്ക് ചോദിച്ചു ഇഷ്ടം പോലെ കൊളാബ് കിട്ടും സാർ. കോളം ആവുകയും ചെയ്യും. എന്നിട്ട് അങ്ങനെ അജലിനോട് ചോദിച്ചു വേണോന്ന്. അല്ല നിനക്ക് ഇവിടെ ചെയ്യണോന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞാ ചെയ്തോ. എന്നിട്ട് ഞാൻ ചോദിച്ചു ഏത് വേണം. പറഞ്ഞു നിന്റെ ഇഷ്ടത്തിന് നിന്റെ മോഡലൊക്കെ കൊടുത്തോന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചൈനീസ് കോളർ ഭയങ്കര ഇഷ്ടമാ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത്. ഓ അപ്പൊ ഇത് ഫുള്ള് എല്ലാം ഹന സെറ്റ് ദൂരം പോയല്ലോ. ചെയ്ത. കൊറേ ദൂരം യാത്ര ചെയ്തല്ലോ. ഇല്ല ഇല്ലല്ലേ? തൊട്ടടുത്ത് തന്നെയാണ്. വയറ്റിലെ വരെ പോയോളൂ. ഇത് എവിടെന്നാ മേടിച്ചേ? കൊറേ ദൂരം പോയി. ഇത് കരുനാഗപ്പള്ളി. അത്രേ പോയുള്ളൂ സാർ. ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാട്ടോ. ഡിസൈനും എല്ലാം സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പാട്ട് ചോദിക്കാല്ലേ നമുക്ക്? ആദ്യം ആരോടാ ചോദിക്കണ്ടേ?
MG sir. ഓക്കെ, MG സാറിനെയാണ് ഹന സെലക്ട് Sir. ചെയ്തത്. നന്നായിരുന്നു. Thank you sir. അജൽ സാർ നന്നായിരുന്നു. താങ്ക് യു സാർ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിഗംഭീരായിരുന്നു. താങ്ക് യു സാർ. എവിടം വരെ? എവിടം വരാ? അതാണ് മനസ്സിലാക്കണം. ഞാൻ അങ്ങ് പറഞ്ഞു കരുനാഗപ്പള്ളി വരെ. കരുനാഗപ്പള്ളി വരെ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ഒരു ജമ്പ് അടിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര ഗട്ടറായിരുന്നു. അതായത് എത്രയോ ജന്മമായി സൂപ്പർ. മന്ത്രത്താൽ പായുന്ന കുതിരയെ നന്നായിരുന്നു. പിന്നെ ഒരു കുഞ്ഞിക്കാലോ എന്തോ വരുന്നത്, ആ വാ 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 എന്ന് ആ പറഞ്ഞ അതങ്ങോട്ട് ചേരുന്നില്ല. കരുനാഗപ്പള്ളിയിൽ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ നിങ്ങളോട് യാത്ര ചെയ്തില്ല. പിന്നെ ഓട്ടോ പിടിച്ച് പോയി. പിന്നെ ഓട്ടോ പിടിച്ച് തിരിച്ചു തിരിച്ചു വന്നു. വന്നു. ഇതാണ് അതിന്റെ സത്യം. മനസ്സിലായോ പറഞ്ഞു? മനസ്സിലായി സാർ. എന്തോ ശ്രുതി ചേർന്നില്ലായിരുന്നു. ഷോ അയ്യോ എന്തോ അയ്യോ ഇത് വെച്ച് എന്റെ തലയ്ക്കൊന്ന് അടിക്കൂ. അവന്റെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുക കേട്ടോ നീ. അല്ല, എന്താ ഹനയ്ക്ക് മനസ്സിലായോ? അവൻ പാടിയപ്പോ എന്ത് ഒരു കുഞ്ഞി അത് എടുത്തപ്പം ഒരു ചെറുതായിട്ടൊരു ചാട്ടം അതൊന്നും ഉണ്ടായിരുന്നു. അല്ല. ഓ, ജമ്പ് എന്ന് പറഞ്ഞപ്പോ അവളെന്തോ ചാടി. മക്കളെ, ഈ രണ്ട് പാട്ടും നല്ല യോജിപ്പുണ്ടായിരുന്നു. എത്രയോ ജന്മമായി. മറ്റേത് വന്നപ്പോ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ചേർച്ചയില്ലായ്മ വന്നു. പിന്നെ അങ്ങോട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് എനിക്ക് അങ്ങോട്ടും അല്ല അങ്ങോട്ട് എനിക്കും എനിക്കും അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടൊരു എന്താ പറയുന്നത്, അതുമായിട്ടൊരു സിങ്ക് ആയില്ല കാരണം ഇതുവരെ വന്ന ഡുവറ്റ് ഈ പറഞ്ഞ മെഡ്ലി ഒക്കെ നല്ല ആ. മാച്ച് ചെയ്താ പോയത്. മാച്ച്. അപ്പൊ എന്തായാലും അതാണ് സംഭവിച്ചത്. പക്ഷെ പാടിയതൊക്കെ തുടക്കമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇതൊക്കെ പാടില്ലേ, മന്ത്രത്താൽ പായുന്ന കുതിര, അതൊക്കെ മോള് അസലായിട്ട് പാടി. പിന്നെ ലാസ്റ്റ് നമുക്കിനി തന്നെ ആ ഒരു നോട്ട് പോയി. ഒക്കെ എല്ലാം നന്നായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റിയില്ല. പക്ഷെ ഓക്കെ, മോശമൊന്നുമല്ല. നിങ്ങൾ പാടി അവസാനിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ കഥ. ഓക്കെ, ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. Thank you sir. താങ്ക് യു സർ. ഷാനിക്ക. അജൽ, ഹന Sir. സാർ നന്നായിട്ട് പാടി. Thank you sir. അപ്പം ഞാനും ഈ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നു. കാരണം ഇതിന് മുന്നേ ഉണ്ടായ മെഡ്ലി അല്ലെങ്കിൽ പുതിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ മാഷപ്പ്, അതിൽ ഈ ഓരോ പാട്ടും തമ്മിൽ അതിലേക്ക് പോകുന്നത് നമ്മൾ അറിയുന്നില്ല. അത് കറക്റ്റ് സീംലെസ് ആയിട്ടാണ് അത് ഒരു പാട്ടിൽ നിന്ന് അടുത്ത പാട്ടിലേക്ക് പോകുന്നതും ഒക്കെ. ഇതിൽ ശരിക്കും തേർഡ് സോങ് വന്നപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരു ചേർച്ചക്കുറവ് പോലെ ആ സെറ്റ് പാറ്റേൺ ഉണ്ടല്ലോ. ഇപ്പോൾ എത്രയോ ജന്മമായി, മന്ത്രത്താൽ, അതിനൊരു ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്ത പോലെ ഫീൽ ചെയ്താണ്. അത് മാത്രം സോങ് സെലക്ഷൻ്റെ ഒരു പ്രശ്നം മാത്രം. എത്ര ജന്മമായി അടിപൊളിയായിരുന്നു. അജൽ നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഹന, Sir. ആദ്യം കുറച്ച് ലാലാല വന്നു ആ അല്ലേ, മന്ത്രത്താൽ. അതിന് തൊട്ട് മുമ്പ് ലാലാല ആ വന്നില്ലേ, ഉണ്ട്. പിന്നെ ഒരു ആ വന്നായിരുന്നു. ആ ആ അങ്ങനെ ആയിപ്പോയി, ആ വന്നോ? ആ എന്തുപറ്റി? അത് സ്ലിപ്പായി. സ്ലിപ്പായി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ലാലാല വന്നു. കുഴപ്പമില്ല. പാട്ടിന്റെ മൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഹൈ പോയ പോർഷൻസ് ഒക്കെ ഇല്ലേ, ഏതായിരുന്നു അത്? ഊഞ്ഞാലേ. ആ, അതൊക്കെ അടിപൊളിയായിരുന്നു. Thank you sir. ഞാൻ വിചാരിച്ചു അവിടെ മിക്കവാറും പോവായിരിക്കുന്നത്. പക്ഷെ അതൊക്കെ നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. Thank you sir. നമുക്കിനി അത് ശ്രീകുണ്ഠൻ ചേട്ടൻ പറഞ്ഞു. പിന്നെ എഗൈൻ ആ തേർഡ് സോങ്ങിലാണ് നമുക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയത്. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും. Thank you sir. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. അജലേ, സാർ. നല്ല തുടക്കമൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നടാ, താങ്ക് യു സാർ. സൂപ്പർ ആയിരുന്നു. Thank you, sir. പ്രത്യേകിച്ച് നമ്മുടെ ആ ചിരിക്കുടുക്ക ചേച്ചിയും നമ്മുടെ കിണ്ണാച്ചിയും ചേർന്ന് പാടിയല്ലേ, അപ്പം അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ഉഗ്രം പാട്ടും, അതെ സാർ. ഒരു ഉഗ്രം പാട്ട്, അത് പറയേണ്ട കാര്യം. ഈ പാട്ടുകൾ മൂന്നും നല്ലതാണ് കേട്ടോ, അസാധ്യ പാട്ടുകളാണ് മൂന്നും. നല്ല കമ്പോസേഴ്സിൻ്റെ എന്താ പറയുക, ആത്മാർത്ഥമായി സംഗീതത്തെ സ്നേഹിക്കുന്ന മൂന്ന് പേരാണ്. രാജാ സാറാണെങ്കിലും വിദ്യാസാഗർ അണ്ണാച്ചി ആണെങ്കിലും നമ്മുടെ ഔസേപ്പച്ചൻ അണ്ണാച്ചി ആണെങ്കിലും. അപ്പോൾ അത് അവരുടെ മൂന്ന് പേരുടെ പാട്ട് നിങ്ങൾ ഈ ആ ഒരു ഒന്ന് ചെറിയ തോതിൽ ചേരാതിരുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് വല്ലാണ്ട് അങ്ങനെ ഒരു പാട്ടുകളുടെ കുഴപ്പമില്ല കേട്ടോ, പാട്ടുകളുടെ അല്ല, അത് കുറേയും കൂടി ഇതിനോട് ചേരുന്ന പാട്ടുകൾ ഉണ്ടായിരുന്നു വേറെ, അത് എടുക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. പാട്ടുകളെല്ലാം ബ്യൂട്ടിഫുൾ സോങ്സ്, നന്നായിട്ട് തന്നെ പാടി. ഹന, ഈ തുമ്പി വായുടെ ആ രണ്ടാമത്തെ ആ ഒന്ന് പാടാമോ? നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണ്ടേ? ആ, അത് കുറച്ചും കൂടെ ഹിറ്റ് ചെയ്തോ. എന്താ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഒരു അത് അത്ര സ്പീഡ് വേണ്ട. എവിടെ പോകാൻ പോകുന്നു? ആ, അത്ര മതി.
അത് ഓക്കെ. പിന്നെ ഈ നമുക്ക് പോകാമൊന്ന് പാടാടാ. കാര്യം ആ പാട്ടിന്റെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, അതുകൊണ്ട് കുളവാക്കി. ഒന്ന് പാടാമോ? മാനത്തെ മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി തുമ്പേവാ തുമ്പക്കുടത്തിൽ മന്ത്രത്താൽ പായും അക്ഷരങ്ങൾ കുറെ കൂടെ ശരിയായിക്കണം കേട്ടോ. ഓക്കെ സർ. മാമുണ്ണാൻ, ആ, മാമുണ്ണാൻ, മാമുണ്ണാൻ. മോമുണ്ണാൻ അല്ല മാമുണ്ണാൻ. മാമുണ്ണാൻ. ആ പക്ഷെ പിന്നെ ഈ ചക്ക നിന്റെ ആ കുഞ്ഞാവെ എന്ന് പാടുക ആട്ടുതൊട്ടിലിൽ. ആട്ടുതൊട്ടിൽ പാട്ടുമോളി കൂട്ടിരിക്കാം കുഞ്ഞാവേ കുഞ്ഞാവേ നെഞ്ചിനകത്തു കുഞ്ഞാവേ കുഞ്ഞാവയാണ്. കുഞ്ഞാവേ ആ കുഞ്ഞാവേ നെഞ്ചിനകത്തു. സൂപ്പർ സൂപ്പർ. കുഞ്ഞാവയാണത്, ഓക്കെ സാർ. കുസ്തിക്കാരനൊന്നും അല്ല. അപ്പൊ അതിന് ആ ഒരു വികാരമേ പാടുള്ളൂ കേട്ടോ. ഓക്കെ സാർ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മൂന്നാമത്തെ പാട്ട് നല്ല പാട്ടാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി ഇതിനോടൊന്ന് ഒരു ജെല്ലി എന്നൊരു പാട്ടായിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓക്കെ സാർ. എന്തെങ്കിലും നിങ്ങളുടെ എഫർട്ടിന് നമ്മൾ താങ്ക് യു സർ. ബാക്കിയൊക്കെ ശരിയായിക്കോളാം കേട്ടോ രണ്ടുപേരും. ശരിയാക്കാം സാർ. താങ്ക് യു സർ. താങ്ക് യു സാർ. ചേച്ചി ഹന, മാം. അജൽ, ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാരണം എന്താണ്? എന്തെങ്കിലും ഒരു വേവ് ലെങ്ത് ഉണ്ടാവല്ലോ, നമ്മൾ ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവല്ലോ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്ങിന്. ഞങ്ങള് ചിന്തിക്കുന്നത് സംസാരിക്കുന്നതൊക്കെ ഏതാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരേപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. എന്താണ് ഒരു കാര്യം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നീ അങ്ങനെ പറ. കുറേ കാര്യമുണ്ട്. എന്തെങ്കിലും പറ. അതായത് പറയാം. ഫുഡ്, പുസ്തകങ്ങള്. ഹന പറ. അതൊന്നുമല്ല, ഞാനിവിടെ വരുന്നതിന് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറെ ഇങ്ങനെ ഉപദേശങ്ങൾ തന്നു. അപ്പം എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞ കാര്യം, എല്ലാവരെയും ഒരേപോലെ ഒന്നും വിശ്വസിക്കല്ലേ, കോമ്പറ്റീഷനാ. ഇങ്ങോട്ടേക്ക് വരുമ്പോ കിട്ടുന്ന ഉപദേശം ഇതാണ്. കോമ്പറ്റീഷനാ, ജയിക്കാൻ വേണ്ടി പലരും പലതും ചെയ്യും. ഓ, അപ്പം നമ്മൾ കോമ്പറ്റീഷൻ മൈൻഡില് നിക്ക്, നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് ചതി കൊടുക്കല്, ഇങ്ങോട്ട് ചതിക്കാൻ ഒത്തിരി പേര് കാണുമെന്നും പറഞ്ഞു. പറഞ്ഞു. അപ്പം അവന് അജലിനെ അറിയായിരുന്നു. മോള് സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്കാണ് വന്ന ചതിക്കുഴിയിലേക്കാണ്. അല്ല, മോളെ ഉപദേശിച്ച ആ വ്യക്തിക്ക് അജലിനെ അറിയാം. അറിയാം. അതാണ് നിങ്ങളുടെ കോമൺ ഫ്രണ്ട്ഷിപ്പ്. രണ്ടുപേരും ഒരുമിച്ച് കോമ്പറ്റീഷൻ ഒക്കെ പോയിട്ടുള്ള. അപ്പൊ ഇവനെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഉപദേശിച്ചത്. ആ ഉപദേശിച്ച ആളുടെ പേരെന്താ? അയ്യപ്പൻ. അപ്പൊ അയ്യപ്പൻ പറഞ്ഞ് അവനൊരു വെറും പാവം പയ്യനാ, അവനെ വിശ്വസിക്കാം. അവനെ വിശ്വസിക്കാന്നൊന്നും പറഞ്ഞില്ല, അവൻ ഞങ്ങളുടെ മുത്തുമണിയാന്നൊക്കെ പറയുന്നു. ഇവനോ? അപ്പൊ അവൻ ഇങ്ങനെ എല്ലാരെയും നല്ലത് പറയുന്ന ഒരാളല്ല. ഇനിയിപ്പോ ആ ഫ്രണ്ടിനെ അജിൽ പറഞ്ഞു വിട്ടതാണെങ്കിലോ? അല്ലേ സാർ, എനിക്കറിയില്ലായിരുന്നു. ഇവർക്ക് പരസ്പരം അറിയാന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന്. അല്ല, വിശ്വസിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല. ശരി, ഓക്കെ. പക്ഷെ പുള്ളി പറഞ്ഞു അജലിനെയാണ് എന്തായാലും നല്ല പയ്യനാണ്. അപ്പൊ മോൾ അതുകൊണ്ടാണ് അജലിന്റെ കൂടെ കൂട്ട് നടക്കുന്നത്. അല്ല, അതുകൊണ്ടല്ലെന്ന് ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം, കേൾക്കണം. അതായത് അല്ല, പറഞ്ഞില്ല. മോക്ക് അജലിനെ മോടെ അച്ഛനെ പോലെയാണ് ഓ സാർ, അവിടുന്ന് ചുമ്മാ. അച്ഛനെ പോലെ അന്നൊക്കെ കാണുമായിരുന്നു. അച്ഛനെ പോലെ കാണും. ആണ് അല്ലേ? കണ്ടോ? അച്ഛനെ പോലെയോ? ആ പിന്നെത്താ, സഹോദരൻ. സഹോദരൻ അച്ഛനെ പോലെ. അച്ഛൻ ഏ ആ കുറച്ച് പ്രായമുണ്ട്. ആ അവനങ്ങനെ അച്ഛനാവാനുള്ള പ്രായമൊന്നുമില്ല. പാവ അജൽ. അവൻ ചെക്കനല്ലേ, അവനൊന്ന് എം ജി സാർ, എന്തോന്ന് സാർ. അവന്റെ കിളി പറത്തി. അങ്ങനെ ഒരു ട്രസ്റ്റ് വന്നു അജലില്. നല്ലൊരു ഫ്രണ്ട് ആണെന്നാണ്. സൂപ്പർ സ്റ്റാറിലെ ഏറ്റവും വിശ്വസിക്കാവുന്ന, ഹനയ്ക്ക് വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്ത് എന്ന് പറയുന്ന അജലാണ്. അർജുനും. അർജുനും ഉണ്ട്. അയ്യോ, അത് അയ്യപ്പൻ അറിയോ? ഇത് അച്ഛനും അത് മാമനും. അയ്യപ്പൻ അറിയോ? അയ്യപ്പൻ അറിയാം, ഞങ്ങളിപ്പോ നല്ല ബോണ്ടിങ് ആണെന്ന്. ഈ അർജുന്റെ കാര്യം അറിയോ? അർജുൻ അത്ര അങ്ങോട്ട് ആ അവനെ അറിയില്ല. അപ്പൊ മോൾക്ക് ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആളൊരു ഗുരുവിനെ മാതിരിയാണ് പറഞ്ഞു തരുന്നത് കാര്യങ്ങളൊക്കെ. ഗുരുസ്വാമിയാണോ? അത് അപ്പൂപ്പനെ പോലെ. എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. പാട്ടിന്റെ കാര്യത്തില് എന്തെങ്കിലും കോൺഫിഡൻസ് ഇല്ല. ഞാനിപ്പം പാട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യാനൊക്കെ പറയുമ്പോ ഞാൻ അവനോട് ചോദിക്കും, എനിക്ക് 2-3 പാട്ട് തരുമോന്ന്. അവനോടോ? ആ ചേട്ടനോട്. ആ അങ്ങനെ പറ. അപ്പം പുള്ളി ഹെൽപ്പ് ചെയ്യും. ആ. പുള്ളിയാണ് ഇപ്പം മോളുടെ ഒരു സപ്പോർട്ട്, ഫാദർ. ആ. എല്ലാം കൊണ്ടും കൂടെ നിൽക്കുന്ന ആള്. അല്ല, സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യുന്ന ആള്. അത് അപ്പൂപ്പൻ, ഇത് അച്ഛൻ, ഇത് മാമൻ. എന്തായാലും മോടെ കുടുംബം പറ മോള് പറ. എനിക്ക് ശ്രേയ ചേച്ചിയും ശിവാനിയും ഭയങ്കര ഇഷ്ടാണോ? ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അത് അമ്മയും കുഞ്ഞമ്മയും. അങ്ങനെയൊക്കെ പറയാം. ആ ഭയങ്കര ഇഷ്ടമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. സ്വന്തം ഫാമിലി പോലെയാ. അങ്ങനെ ആവട്ടെ. എന്തായാലും നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു മോളെ. ഇതിന്റെ അകത്ത് ഇപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും സാർ പറഞ്ഞു. എനിക്ക് മോളെ ആ പല്ലവി ഫിനിഷ് ചെയ്ത സമയത്ത്, തുമ്പി വാ, അത് ഫിനിഷ് ചെയ്ത സമയത്ത് തുഞ്ചത്താൽ എന്നാണ് കേട്ടത്. തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം ഫിനിഷ് ചെയ്തപ്പോ. അപ്പൊ ഈ അക്ഷരങ്ങൾ കുറച്ചുകൂടി ഒന്ന്
ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ സ്ലിപ്പായി പോയതായിരിക്കാം, അല്ലാതെ ഇപ്പോൾ ബാക്കിയെല്ലാം സർ പറഞ്ഞു മോള് പാടി. നല്ല വോയിസ് നന്നായിട്ടുണ്ട്. പറഞ്ഞ മാതിരി കുറച്ച് ഒന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിഫൈൻ ചെയ്തെടുക്കണം പാട്ടിൽ. അജൽ, മാം വെരി ഗുഡ് സിംഗിങ്. താങ്ക് യു മാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ തുടക്കവും എല്ലാം നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഏകദേശം എല്ലാ പോയിന്റ്സും ഞാൻ എഴുതി വെച്ചതൊക്കെ തന്നെയാണ് സർ പറഞ്ഞത്. എനിക്ക് ആ വോയിസ് ഇതിൽ കുറച്ചുകൂടെ ഭേദമായിരുന്നു, ബെറ്റർ ആയിരുന്നു പഴയതിനേക്കാൾ. പിന്നെ ഒന്നും കൂടി ഒന്ന് നന്നാക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പോൾ മാർക്സിലേക്ക് പോവാം. അതിന് മുന്നേ ഞാനൊരു റിക്വസ്റ്റ് ചോദിച്ചോട്ടെ? എന്തായാലും പാട്ട് സെലക്ഷൻ ഒക്കെ സൂപ്പർ ആയിരുന്നല്ലോ. അപ്പൊ എത്രയോ ജന്മമായി പാട്ടിട്ടാ നിങ്ങൾ ഡാൻസ് കളിക്കോ? നല്ല കോസ്റ്റ്യൂം ഒക്കെ അല്ലേ? ആ, റെഡി? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും താരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അജൽ ഫാന്റാസ്റ്റിക് കേട്ടോ. അജൽ ഭയങ്കര റൊമാൻറ്റിക്, അസലായിട്ട് കളിക്കുന്നു. വെരി നൈസ്. അതെ, സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇനി മാർക്ക് ചോദിക്കാം. ആദ്യം നമുക്ക് അജലിന്റെ മാർക്ക്. ഷാനിക്ക. അജൽ 8.7. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ 8.9. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി 8.9. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ അജലിന്റെ ടോട്ടൽ 26.5. താങ്ക് യു. സൂപ്പർ. ഇനി ഹനക്കുട്ടിയുടെ മാർക്ക്. ഷാനിക്ക 8.6. താങ്ക് യു സർ. ഓക്കെ, ശരത് സർ 8.5. ഓക്കെ, ചേച്ചി 8.5. താങ്ക് യു താങ്ക് യു. എം ഡി സർ ഇല്ലേ? ഉണ്ട്. ഓ, ഇട്ടു. അതെവിടെ ഇട്ട് വെച്ചിരുന്ന അണ്ണാ? ഓക്കെ, ഹനയുടെ ടോട്ടൽ 25.6. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Superstar!